ട്രൈ ടേക്കിംഗ് കെയർ ഓഫ് സംതിങ്. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം ഇതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആരും നമ്മുടെ കൂടെ നിൽക്കുന്നില്ല എന്നൊക്കെ നമുക്കൊരു തോന്നലുണ്ടാകും. അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് പല ആളുകളും അവരുടെ ജീവിതം തന്നെ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നുമൊക്കെ നമുക്കൊരു മോചനം നേടാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ നമ്മൾ സ്നേഹിക്കുക, അതിനെ ലാളിക്കുക, അതിനാവശ്യമുള്ള സ്നേഹം കൊടുക്കുക. അതൊരു പക്ഷേ ഒരു മനുഷ്യനായിരിക്കാം, ചിലപ്പോൾ ഒരു മൃഗമായിരിക്കാം, അതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരു ചെടിയായിരിക്കാം. പക്ഷെ നമ്മൾ അളവറ്റ രീതിയിൽ നമ്മൾ അതിനെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ആ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കറിയാം, ഒരു മനുഷ്യനെ സ്നേഹിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് സ്നേഹം കിട്ടും, മൃഗത്തെ സ്നേഹിച്ചാലും കിട്ടും. പക്ഷെ ഒരു ചെടിയെ നമ്മൾ സ്നേഹിച്ചാൽ എന്ത് സ്നേഹമാണ് നമുക്ക് തിരിച്ചു കിട്ടുക? ആ ചെടിയിൽ നിന്നും അല്ലെങ്കിൽ ആ ചെടിയുടെ വളർച്ചയോ അല്ലെങ്കിൽ ആ ചെടിയിൽ നിന്നും ഒരു പൂവ് ഉണ്ടാകുന്നതോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫലം ഉണ്ടാകുന്നതോ ആയിരിക്കും ശരിക്കും അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം നമുക്കുണ്ടാകുക. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ നമ്മളിപ്പോൾ ഒരു ചെടി വളർത്തുന്നു. ആ ഒരു ചെടി നമ്മൾ കുറേ ദിവസം വെള്ളം ഒഴിക്കുന്നു, വെയിൽ കൊള്ളിക്കുന്നു, വളമിടുന്നു, അതിനെ നല്ല രീതിയിൽ നമ്മൾ സംരക്ഷിക്കുന്നു, ഒരു മനുഷ്യനെ സ്നേഹിക്കുന്ന പോലെ നമ്മൾ സ്നേഹിക്കുന്നു. ഇപ്പോൾ കുറേ ദിവസമായിട്ട് നമുക്ക് ഫലമൊന്നും കാണാതെ വരുമ്പോൾ നമ്മൾ ആ ചെടിയെ എന്താ പറയുന്നത്, നമ്മൾ നശിപ്പിക്കുകയല്ല ചെയ്യുന്നത്, വീണ്ടും നമ്മൾ കൂടുതലായിട്ട് അതിനെ നോക്കുന്നു. അങ്ങനെ കുറേ ദിവസം കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്നും ഒരു ഫലം ഉണ്ടാകുന്നു. ലെറ്റ്സ് സേ ഒരു പച്ചമുളകാണെന്ന് വിചാരിക്കുക. നമ്മൾ സ്ഥിരമായിട്ട് വളരെ കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനമായിരിക്കാം. പക്ഷെ അതിൽ നിന്നും ഒരു മുളക് ഉണ്ടാകുമ്പോൾ അതിൽ നമുക്കുണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ്. അത് ശരിക്കും നമ്മൾ തിരിച്ച് സ്നേഹിക്കുന്നു എന്ന് നമുക്ക് തോന്നും. ആ മുളകിന് ശരിക്കും പറഞ്ഞാൽ വില എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും തീരുമാനിക്കാൻ പറ്റില്ല, അമൂല്യമാണത്. എന്ന് പറഞ്ഞ പോലെ ഒരു മനുഷ്യനോടാണെങ്കിലും ഒരു മൃഗത്തോടാണെങ്കിലും ഒരു ചെടിയോടാണെങ്കിലും നമ്മൾ കാണിക്കുന്ന ആ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടുമ്പോൾ നമുക്കും ജീവിതത്തിൽ ആരെങ്കിലൊക്കെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ആ ഒരു തോന്നലുണ്ടാകും. അപ്പം ജീവിതത്തിൽ നമ്മൾ തോറ്റു പോകുന്നു എന്ന ഒരു ചിന്ത വരുന്നതിന് മുമ്പ് തന്നെ ഇതേപോലെ എന്തെങ്കിലും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ചെടിയോ ഒരു മൃഗത്തെ എന്തെങ്കിലും നമുക്ക് സ്നേഹിക്കാനായിട്ട് തുടങ്ങാം. അപ്പം ജീവനില്ലാത്ത സാധനങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാളും ജീവനുള്ള ഇതുപോലെ സാധനങ്ങൾ നമ്മൾ സ്നേഹിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള സന്തോഷം നമുക്കും ഉണ്ടാകും, ആ ഒരു സാധനത്തിനും തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്.